നോമ്പിൻ്റെ ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ ഒരുപോലെ മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഫ്രൂട്ട് സലാഡ് പോലെ ഒരു ഡ്രിങ്ക്, ഏത്തപ്പഴവും മുന്തിരിങ്ങയും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ നോമ്പിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇത്രയും ഐറ്റംസാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. കറുത്ത മുന്തിരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും പുളിപ്പില്ലാത്തത് തന്നെ എടുക്കണം. അടുത്തതായിട്ട് ഏത്തപ്പഴം, 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തത് കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവറിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കവറ് പാല്. ഇനി ഈ എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തപ്പഴവും ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 ഐറ്റവും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ആ ഒരു കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വലുതായിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണേ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുളിപ്പില്ലാത്തത് തന്നെ ചേർക്കണം. പിന്നെ കുറച്ച് മുന്തിരി ഒരു 5-6 ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ ഇടാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ പാല് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാത്രത്തിലാണ് ഈ കസ്റ്റാർഡ് മിക്സ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. പാല് ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു 4-5 ടീസ്പൂൺ പാലൊന്ന് മാറ്റി വെക്കണം. അതിൽ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണുത്ത പാലിൽ തന്നെ അത് മിക്സ് ചെയ്യണം. അല്ലാതെ ചൂട് പാലിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റാർഡ് പൗഡർ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും കട്ട കെട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. പാല് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് കലക്കി ചേർക്കാവൂ. ലാസ്റ്റ് ഇതിൽ വേറൊരു ഐറ്റം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണേ. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ആ മാറ്റി വെച്ചിരുന്ന പാലിലേക്ക് ഞാനൊരു 2.5 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ഒരു 4-5 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഒരു ഡ്രിങ്കിൻ്റെ പരുവത്തിൽ കിട്ടില്ല, നല്ല തിക്കായിരിക്കും. സ്പൂൺ വെച്ച് കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വേണ്ട, കുറച്ച് ലൂസായിട്ടിരിക്കണമെങ്കിൽ ഞാൻ ഈ ചെയ്തതുപോലെ 2.5 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ മാത്രം മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കണം. കറക്റ്റ് ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചേർക്കുന്ന സമയത്ത് ഒട്ടും കട്ട കെട്ടാതെ കിട്ടും. അതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാതെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ ഒരു ടൈമിൽ ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തത് ഫുള്ളായിട്ട് ഞാൻ ചേർത്തിട്ടില്ല. അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ചേർക്കാം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറയാത്തത്. ഞാൻ ഒരുപാട് മധുരമൊന്നും ചേർക്കാതെ മധുരം കുറച്ചാണ് ചെയ്തെടുക്കുന്നത്. വളരെ കുറച്ചല്ല, എന്നാലും അത്യാവശ്യം മധുരം കുറച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അടുത്തൊരു ഐറ്റം കൂടി ചേർക്കാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് ഐറ്റം, ക്യാരറ്റ് ജ്യൂസ്. ഒരു ചെറിയ ക്യാരറ്റ് നന്നായിട്ട് മിക്സിയിലടിച്ച് അതൊന്ന് അരിച്ചെടുത്തതാണ്. അതിൻ്റെ ജ്യൂസ് മാത്രം മതി. അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വീണ്ടും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം അതനുസരിച്ച് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി നേരം തിളപ്പിക്കുകയാണെങ്കിൽ ഒത്തിരി തിക്കായി പോവും. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഞാൻ ഒത്തിരി തിക്കായിട്ട് എടുക്കുന്നില്ല. ഈ ഒരു ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. പിന്നെ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊരു നല്ല ഫ്ലേവറാണ് ഇതിൽ. പിന്നെ ഈ ക്യാരറ്റ് ജ്യൂസ് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചേർത്തുന്നേ ഉള്ളൂ. ഇനി നല്ലതുപോലെ തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം.
ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം മാത്രമാണ് ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു ഫ്രൂട്ട്സിലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പഴവും മുന്തിരിങ്ങയൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏതൊക്കെയാണ് ചേർക്കുന്നത്, ഏതൊക്കെ ഫ്രൂട്ട്സാണ് ചേർക്കുന്നത് അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ നല്ല പഴുത്തതാണെങ്കിൽ അത് ചേർക്കാം. പൈനാപ്പിൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടായി പോകരുത്. അതുപോലെ തണ്ണിമത്തൻ, ഓറഞ്ച് ഇതൊക്കെ ഒഴിവാക്കണം. തണ്ണിമത്തനും ഓറഞ്ചൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ജലാംശം വീണ്ടും ഇതിൽ വന്നിട്ട് വീണ്ടും ഒത്തിരി വെള്ളം കണക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുമല്ല അത് പുളിപ്പുമല്ലേ, പുളിപ്പ് കൂടുതലില്ലാത്ത ഐറ്റംസ് വേണം ഇതിലേക്ക് ചേർക്കാൻ. പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കാം. പിന്നെ അതൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ. എന്ന് വെച്ചാൽ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അണ്ടിപ്പരിപ്പ്, പിസ്ത ഇതുപോലെയുള്ള ഐറ്റംസ് ചേർക്കാവൂ. നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മിക്സിൽ കിടന്നിട്ട് അതൊന്ന് കുതിർന്ന് പോകും. കുതിർന്ന് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. ഞാനിതുപോലെ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. 1 മണിക്കൂറോളം എടുക്കും റൂം ടെമ്പറേച്ചറിൽ തന്നെ നന്നായിട്ട് തണുത്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു വെറൈറ്റി കളറൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ചെറുതായിട്ടൊരു വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് നേരെ ആ ഒരു ഫ്രൂട്ട്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. മിക്സ് എല്ലാം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ അപ്പോഴേ സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെയാണോ സെർവ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആ മിക്സും കൂടി ഒഴിച്ച ശേഷം ഇനി ഫ്രൂട്ട്സും ആ ഒരു മിക്സും എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുകയാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. ആ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് തണുപ്പുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും 2 രീതിയിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുഴുവനുള്ള മുന്തിരിങ്ങയല്ലേ കട്ട് ചെയ്യാത്ത, അതും കൂടി ഞാൻ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ വേണം എന്നില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. ഇനി അതുപോലെ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ സെർവ് ചെയ്യാൻ നേരത്തെ ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐറ്റം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. അതുപോലെ ഈ ഒരു ഐറ്റം ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ, അത് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു റെസിപ്പിയോ വ്ളോഗോ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ. ബൈ അയാൻസ് വേൾഡ്.